വ്യവസായം തുടങ്ങണമെങ്കിൽ ഭരണകക്ഷിക്ക് ഫണ്ട് കൊടുക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെന്ന് പാലക്കാട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പ്രവാസിയുമായ എ ഷംസുദ്ദീൻ. മിഡിൽ ഈസ്റ്റ് കമ്പനികളുടെ സഹകരണത്തോടെ പാലക്കാട് ആരംഭിക്കാനിരുന്ന വ്യവസായത്തെ തടസ്സപ്പെടുത്തിയത് രാഷ്ട്രീയ ഇടപെടലായിരുന്നുവെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ഇവിടെ സർക്കാർ പല സംരംഭങ്ങളും തുടങ്ങുന്നു പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സത്യത്തിൽ ഒരു സംരംഭങ്ങളും ഇവിടെ യാഥാർത്ഥ്യമായിട്ടില്ല. ഞാനിവിടെ പാലക്കാടിന്റെ ഇവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഈ രാവിലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടുന്ന് 2-3 ട്രെയിനുകളിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും എത്ര പേരാണ് കോയമ്പത്തൂരിലോട്ട് ജോലി ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഇവിടെ സംരംഭം ഉണ്ടെങ്കിൽ എന്തിനെല്ലാവരും കോയമ്പത്തൂരിനും മറ്റ് ഡിസ്ട്രിക്റ്റിനൊക്കെ എന്തിനാണ് ആശ്രയിക്കുന്നത്? അപ്പം ഞാനിവിടെ മുമ്പ് ഞാൻ കോയമ്പത്തൂര് ഇവിടെ എൻ്റെ പഠിത്തം കഴിഞ്ഞ ശേഷം ഞാൻ കോയമ്പത്തൂരാണ് ഞാനും വർക്ക് ചെയ്തിരുന്നത്. അവിടെ ലക്ഷ്മി മില്ല്, ടെക്സ്റ്റൈൽ മിൽസ്, പിന്നെ കിർലോസ്കറിന്റെ മോട്ടോഴ്സ് കമ്പനി, അങ്ങനെ നിറയെ വ്യവസായങ്ങളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിന്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു സംരംഭം ആരംഭിക്കാൻ ഇവിടെ ഒരു ടെക്സ്റ്റൈൽസ് മില്ല് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇതുമാതിരി കിർലോസ്കർ കമ്പനി, പമ്പ് സെറ്റ്, പിന്നെ കർഷകരുടെ, പിന്നെ ഗൾഫിൽ ഡയറക്റ്റ് ഇവിടുന്ന് ഉള്ള ഈ നെല്ലുകൾ, ഇവിടെ നിന്നുള്ള അരി, ഇതുപോലെയുള്ളത് ഇവിടുന്ന് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഉള്ളതും ഇവിടെ തന്നെ ഇത് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ ഒരു ടെക്സ്റ്റൈൽ മില്ലില്ല പാലക്കാട്. നമ്മൾ ആശ്രയിക്കുന്നത് തിരുപ്പൂർ, ഈറോഡ്, ഇതുപോലുള്ള കേന്ദ്രങ്ങളാണ്. അവിടെ നിന്നാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത്. നമ്മൾ എന്തിനാ മറ്റുള്ള സ്റ്റേറ്റിനെ ആശ്രയിക്കുന്നത്? നമുക്ക് ഇവിടെ തന്നെ ഒരു സംരംഭം തുടങ്ങാം. രാജ്യം പുരോഗമിക്കുമ്പോഴും പാലക്കാട് ഒരുവിധ വ്യവസായവും ആരംഭിച്ചിട്ടില്ല. വ്യവസായവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന എല്ലാ വാദങ്ങളും പൊള്ളയാണ്. ജാതിമത രാഷ്ട്രീയത്തിൽ നിന്നും മാറി വികസന രാഷ്ട്രീയമാണ് തന്റെ ലക്ഷ്യമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ഷംസുദ്ദീന്റെ സഹപ്രവർത്തകരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.